നമസ്കാരം. കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ, രാഷ്ട്രീയ ചരിത്രത്തിൽ എപ്പോഴും അതിതീവ്രമായ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും വഴിവെക്കുന്ന ഒന്നാണ് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളും കോൺഗ്രസിന്റെ നേതൃത്വം അല്ലെങ്കിൽ പ്രമുഖ വ്യക്തിത്വങ്ങളും ഒക്കെ. ഈ സമീപകാലത്തെ സംഘടനാ ചരിത്രം എടുത്തു പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്, വാർത്തകൾ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിന്നത് യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതാണ്. ഭരണപക്ഷത്തിന്റെ പോരായ്മകൾ, നയങ്ങൾക്കെതിരെയുള്ള അതിശക്തമായ പ്രക്ഷോഭങ്ങൾ, ഇതിനൊക്കെ നേതൃത്വം നൽകിയതിലൂടെയും അതുപോലെ പ്രസംഗപീഠങ്ങളിലെ ചാനൽ ചർച്ചകളിലൊക്കെ മുന്നോട്ട് വച്ചിട്ടുള്ള മൂർച്ചയേറിയ പ്രതികരണങ്ങളുടെയും ഒക്കെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വലിയൊരു വിഭാഗം ജനങ്ങളുടെ ശ്രദ്ധ നേടിയെടുക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് സാധിച്ചിട്ടുണ്ട്. സാധാരണക്കാരായ അണികളെ ആവേശത്തിലാക്കാനും പ്രതിപക്ഷത്തിന്റെ ശബ്ദമായി തെരുവുകളിൽ നിറഞ്ഞു നിൽക്കാനും രാഹുൽ കാണിച്ചിട്ടുള്ള മികവ് പാർട്ടി രാഷ്ട്രീയത്തിന് അതീതമായി പോലും ചർച്ച ചെയ്യപ്പെട്ടതാണ്. ജനങ്ങൾ അങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിണറായി വിജയൻ സർക്കാരിന്റെ മൂന്നാം തുടർ ഭരണം, അതിന് രാഹുൽ മാങ്കൂട്ടം ഒരു തടസ്സമാകുമെന്ന് മുൻകൂട്ടി കണ്ട് നിരവധി കേസുകളും നിരവധി പെണ്ണ് കേസുകളുമാണ് അധികാരത്തിന്റെ അഹങ്കാരത്തിൽ രാഹുലിന്റെ തലയിലേക്ക് അടിച്ചു വെച്ചു കൊടുത്തിട്ടുള്ളത്. തുടർന്ന് അദ്ദേഹം പാർട്ടിക്ക് പുറത്താകുന്ന സാഹചര്യം വരെ കാര്യങ്ങളെത്തി. ഇന്ന് പാർട്ടിക്ക് പുറത്താണ്. എങ്കിലും പാർട്ടിക്ക് പുറത്തായ ഒരു നേതാവിന് സാധാരണയായി സംഭവിക്കാറുള്ള രാഷ്ട്രീയ തിരിച്ചടികൾ അല്ലെങ്കിൽ ജനശ്രദ്ധയിൽ നിന്നുള്ള അപജയം, അതൊന്നും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിന് കൂടുതൽ പ്രശസ്തിയും കൂടുതൽ ജനപിന്തുണയും ഉണ്ടാകുന്നതാണ് നമ്മൾ കാണുന്നത്. അതാണ് അതിന്റെ വസ്തുത എന്ന് പറയുന്നത്. പൊതുസമൂഹത്തിലും സാധാരണക്കാരായിട്ടുള്ള അണികൾക്കിടയിലും രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്വീകാര്യത, പിന്തുണ അതൊന്നും ഒട്ടും കുറയാതെ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ അതൊരു കൗതുകകരമായ ഒരു കാഴ്ചയാണ്, ഒരു പ്രതിഭാസമാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമായിരുന്നു അദ്ദേഹത്തിനെതിരെ തുടർച്ചയായി ചുമത്തപ്പെട്ട പല കേസുകളും, അതിനെ തുടർന്ന് നേരിടേണ്ടി വന്നിട്ടുള്ള ജയിൽവാസവും നിയമ പോരാട്ടങ്ങളും. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന നിലയിൽ സർക്കാരിന്റെ പ്രതിലോഭകരമായിട്ടുള്ള നടപടികൾക്കെതിരെ സെക്രട്ടേറിയറ്റിലേക്കും മറ്റ് ഭരണ കേന്ദ്രങ്ങളിലേക്കും നടത്തിയിട്ടുള്ള മാർച്ചുകളും സമരങ്ങളും ഒക്കെ കൊണ്ടുണ്ടായ കേസുകൾ വേറെ. ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ സ്വാഭാവികമായ രാഷ്ട്രീയ പ്രതികാര നടപടികൾ മാത്രമാണ് രാഹുലിനെതിരെ ചാർത്തി കൊടുത്തിട്ടുള്ള പീഡന കേസുകളെന്നും പിണറായിസത്തിനെതിരെ ആഞ്ഞടിക്കുന്ന ഏതൊരു യുവനേതാവും നേരിടേണ്ടി വരുന്ന പ്രതികാര നടപടികൾ മാത്രമാണ് ഇതെന്ന് ഒക്കെയാണ് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ എടുത്തു പറയുന്നത്. ഈ കേസുകളുടെ ഒക്കെ പ്രാഥമിക അന്വേഷണങ്ങൾക്കും അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള പരിശോധനകൾക്കും ശേഷം ഈ കേസുകൾ അതിൽ ഭൂരിഭാഗവും കോടതികളിൽ അതിശക്തമായി നിലനിൽക്കില്ല എന്നുള്ള വിലയിരുത്തലുകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റു പലതും കോടതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നു വരുന്നത് ഇതൊരു കാരണവശാലും നിൽക്കില്ല എന്ന് തന്നെയാണ്. കാരണം അതിന്റെ ഗതിയത, സാങ്കേതികമായിട്ട് ചുമത്തപ്പെട്ട കുറ്റങ്ങൾ കോടതി മുറികളിൽ തെളിയിക്കാൻ പോലീസിനോ അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികൾക്കോ സാധിക്കില്ല എന്നുള്ളൊരവസ്ഥ ഇപ്പോ സംജാതമാണ്. അതാണ് നിലവിലെ ഒരവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ രാഹുലിനെതിരായിട്ടുള്ള നിയമപരമായ കടമ്പകൾ ഒന്നൊന്നായി അയഞ്ഞു വരികയാണ് എന്ന് നമുക്ക് പറയാം. രാഷ്ട്രീയമായി അദ്ദേഹത്തെ തളർത്താൻ ലക്ഷ്യമിട്ട് ചുമത്തപ്പെട്ടിട്ടുള്ള കേസുകൾ നിയമപരമായി പരാജയപ്പെടുമ്പോൾ അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പ്രതിച്ഛായയെ വീണ്ടും ഉയർത്തുകയാണ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ നേതാക്കൾ അപ്രസക്തമായി പോകുന്ന ഒരവസ്ഥയാണുള്ളത്. പക്ഷെ ഇവിടെ രാഹുൽ മാങ്കൂട്ടം നേരെ തിരിച്ചാണ്, കൂടുതൽ ജനകീയനായി മാറുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. പാർട്ടി ഔദ്യോഗികമായിട്ട് പുറത്താക്കിയ, അതായത് പാർട്ടി കൈവിട്ട അവസ്ഥയിലും അണികൾക്കിടയിലും പൊതുജനങ്ങൾക്കിടയിലും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ നേടിയെടുത്തിട്ടുള്ള ഒരു സ്വാധീനമുണ്ട്. ആ സ്വാധീനത്തിന് ഒട്ടും കുറവ് സംഭവിച്ചിട്ടില്ല എന്നത് കോൺഗ്രസ് നേതൃത്വം ഇന്ന് ഗൗരവമായിട്ട് കാണണം. സമകാലിക രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളിൽ വളരെ കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കാനും തനിക്കെതിരെ ഉയരുന്ന വിമർശനങ്ങൾക്ക് കൃത്യവും ശക്തവുമായിട്ടുള്ള മറുപടി നൽകാനും രാഹുൽ മാങ്കൂട്ടം കാണിക്കുന്ന കഴിവ് പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ വോട്ടർമാരെയും യുവപ്രവർത്തകരെയും യുവാക്കളെയും ഒക്കെ വലിയ രീതിയിൽ ആകർഷിക്കുന്നുണ്ട്. തെരുവിലെ പ്രക്ഷോഭങ്ങളിലെ ബുദ്ധിപരമായിട്ടുള്ള സംവാദങ്ങളിലൊക്കെ ഒരുപോലെ തിളങ്ങാൻ സാധിക്കുന്ന നേതാക്കളുടെ കുറവ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള യുവാക്കളുടെ കുറവ് ഇന്ന് സാധാരണ പാർട്ടികളിൽ നിൽക്കുമ്പോൾ ഇവിടെ കോൺഗ്രസിന് രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു മുതൽക്കൂട്ടായി നിലനിൽക്കുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം കാണുന്നതും അതുകൊണ്ടാണ്. ഇവിടെ രാഹുൽ മാങ്കൂട്ടം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ തുളച്ചുവിടുന്ന ചാട്ടുകളികൾ പ്രതിപക്ഷത്തെയും പിണറായിയെയും ഒക്കെ തെല്ലൊന്നുമല്ല ഇപ്പൊ വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ നേരത്തെ ഉണ്ടായിരുന്ന വീഡിയോകൾ, സ്വകാര്യ വീഡിയോകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വളരെ നന്നായി സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് പാർട്ടിയിലെ സാധാരണക്കാരായ താഴെത്തട്ടിലെ പ്രവർത്തകരും അണികളും രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും പാർട്ടിയിലേക്ക് തിരിച്ചെത്തണം എന്നുള്ള ഒരു അതിയായ ആഗ്രഹം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. കോൺഗ്രസ് എന്ന സംഘടനാ സംവിധാനത്തെ കൂടുതൽ ചലനാത്മകമാക്കാനും ഇനി വരാനിരിക്കുന്ന നിർണായക തെരഞ്ഞെടുപ്പുകളിൽ ഭരണപക്ഷത്തിന് അതിശക്തമായ ഒരു സ്വാധീനം അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനോട് ശക്തമായി വെല്ലുവിളി ഉയർത്താനുമൊക്കെ രാഹുലിനെ പോലെയുള്ള ജനകീയ അടിത്തറയുള്ള അല്ലെങ്കിൽ ജനങ്ങളുടെ പിന്തുണയുള്ള ഒരു യുവ നേതാവിന്റെ സാന്നിധ്യം അത്യന്താപേക്ഷിതമാണ് എന്ന് ഇന്ന്
കോൺഗ്രസ് നേതൃത്വത്തിലെ ഒരു വിഭാഗം ഉറപ്പിച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നു, അവരത് പറയുന്നുമുണ്ട്. അണികളുടെ ഇത്തരം ആഗ്രഹങ്ങളും വികാരങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിലടക്കം വലിയ പ്രചാരണങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നതും ഈ നേതൃത്വം കാണുന്നുണ്ട്. ഇത്തരത്തിലുള്ള പൊതുജന പിന്തുണയും നിയമപരമായ അനുകൂല സാഹചര്യങ്ങളും ഒക്കെ രൂപപ്പെട്ട പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് നേതൃത്വത്തിലെ പ്രമുഖരായ ഒരു വിഭാഗം നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുന്നതിനെ കുറിച്ച് ഗൗരവമായി ആലോചിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അതായത് എത്രയും പെട്ടെന്ന് പാർട്ടിയിലേക്ക് രാഹുലിനെ കൊണ്ടുവരിക. മുതിർന്ന നേതാക്കൾ ചിലർക്കും യുവ നേതാക്കൾക്കും ഒരുപോലെ ഈ വിഷയത്തിൽ അനുകൂലമായ ഒരു നിലപാടുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിലപാടിലാണ് അവർ എത്തിച്ചേർന്നത് എന്നാണ് അറിയുന്നത്. വരുംകാല രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ പാർട്ടിയെ സജ്ജമാക്കാൻ പ്രാപ്തിയുള്ള സംഘാടകരെയും ജനകീയ നേതാക്കളും ഒക്കെ പുറത്തു നിർത്തുന്നത് ഈ പ്രസ്ഥാനത്തിന് വലിയ രാഷ്ട്രീയ നഷ്ടം ഉണ്ടാക്കുമെന്ന ഒരു തിരിച്ചറിവ്, അതായത് പുതിയ യുവാക്കൾ വരണം, അവർക്കും അതുപോലെ അവസ്ഥകൾ ഉണ്ടാകുമെന്നുള്ള ഒരു അവസ്ഥ വന്നാൽ ഇപ്പോൾ നിലവിലുള്ള നേതാക്കളുടെ അഭാവത്തിൽ പുതിയൊരു നേതൃത്വം ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യം വരും. ഈ ഒരു തിരിച്ചറിവ് നേതൃതലത്തിൽ അതിശക്തമായി ഇപ്പോൾ മുളപൊട്ടിയിട്ടുണ്ട്. മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള തർക്കങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ട് പാർട്ടിയുടെ വിശാലമായ താല്പര്യവും ഭാവി മുന്നേറ്റങ്ങളും ഒക്കെ മുൻനിർത്തി തീരുമാനമെടുക്കണം എന്നുള്ള ഒരു സമ്മർദ്ദം നേതൃത്വത്തിനുമേൽ ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള നേതാക്കളെ തിരികെ കൊണ്ടുവരുന്നത് പാർട്ടിയുടെ രാഷ്ട്രീയ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നത് ഈ വിഭാഗം നേതാക്കൾ ശക്തമായി തന്നെ വാദിക്കുന്നുമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ തിരിച്ചുവരവ് സംഭവിച്ചാൽ അത് കോൺഗ്രസ് പാർട്ടിക്ക് നൽകുന്ന രാഷ്ട്രീയ നേട്ടങ്ങൾ വളരെ വളരെ വലുതായിരിക്കും. നിരാശരായിരിക്കുന്ന യുവജന പ്രവർത്തകർക്ക് പുതിയ ഒരു ഊർജവും ഒരു നിശാബോധവും ഇതിലൂടെ ലഭിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. സമരരംഗങ്ങളിൽ മുന്നിൽ നിന്ന് നയിക്കാൻ പ്രാപ്തിയുള്ള ഒരു നേതാവിന്റെ സാന്നിധ്യം താഴെ തട്ടിലുള്ള സംഘടനാ സംവിധാനങ്ങളെ കൂടുതൽ കൂടുതൽ ഊർജ്ജസ്വലമാക്കുകയും ചെയ്യും. കൂടാതെ വോട്ടർമാർക്കിടയിൽ, പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ പാർട്ടിക്കുള്ള ഒരു സ്വീകാര്യത, ഇപ്പോൾ സ്വീകാര്യത ഉണ്ട്, പക്ഷെ ആ സ്വീകാര്യതയെ ഒന്നുകൂടി വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഒരു അകൽച്ചയിൽ നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട്, അവരെ കൂടി പാർട്ടിയിലേക്ക് സജീവമാക്കാൻ സാധിക്കും. കോൺഗ്രസ് പാർട്ടി നേതൃത്വം ഈ വിഷയത്തിൽ അയവുള്ളതും പ്രായോഗികമായിട്ടുള്ള നിലപാട് നടപ്പിലാക്കിയാൽ അത് അണികളിൽ വലിയ ആവേശത്തിനും ആത്മവിശ്വാസത്തിനും വഴിവെക്കും എന്നതിൽ ഒരു സംശയം വേണ്ട. രാഷ്ട്രീയത്തിൽ അസ്ഥിരമായിട്ടുള്ള ഒരു ശത്രുക്കളോ അല്ലെങ്കിൽ അതുപോലെ മിത്രങ്ങളോ ഇല്ല എന്നുള്ള ഒരു പ്രമാണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതാണ് പ്രായോഗിക രാഷ്ട്രീയം എന്ന് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കുന്ന ജനകീയ പിന്തുണയും നിയമപരമായ ആശ്വാസങ്ങളും ഒക്കെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തിരിച്ചുവരവിന് വഴിയൊരുക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. കോൺഗ്രസ് നേതൃത്വം ഈ അനുകൂല സാഹചര്യത്തെ ശരിയായ രീതിയിൽ ഉൾക്കൊണ്ട് രാഹുലിനെ തിരികെ പാർട്ടിയിലേക്ക് സ്വീകരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വരും നാളുകളിൽ അത് പ്രതിപക്ഷ രാഷ്ട്രീയത്തിന് വലിയ തിരിച്ചടിയായി മാറും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര ചർച്ചകൾ ഈ വഴിക്കാണ് നീങ്ങുന്നത് എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സാധാരണ പ്രവർത്തകർ വലിയ പ്രതീക്ഷയോടെയാണ് ഈ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്നത്. യുവജനങ്ങളെ ആകർഷിക്കാനും അവരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാനും കഴിയുന്ന നേതാക്കൾ പാർട്ടിക്ക് എപ്പോഴും മുതൽക്കൂട്ട് തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പാർട്ടിക്ക് പുറത്തിരിക്കുന്ന സമയത്തും ഈ വിടവ് നികത്താൻ മറ്റുള്ളവർക്ക് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിരുന്നു കൊണ്ട് തന്നെ അദ്ദേഹം അത് നികത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമ്പോഴും പാർട്ടിയുടെ ആശയങ്ങളോടും പ്രസ്ഥാനത്തോടും ഒക്കെ അദ്ദേഹം വെച്ചു പുലർത്തുന്ന ആഭിമുഖ്യം പ്രവർത്തകർക്കിടയിൽ, പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ അദ്ദേഹത്തോടുള്ള ഒരു ബഹുമാനം വർദ്ധിപ്പിച്ചിട്ടേ ഉള്ളൂ എന്നാണ് ഇപ്പോ വിലയിരുത്തപ്പെടുന്നത്. ഇത്തരത്തിലുള്ള ഘടകങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോൺഗ്രസ് പുനഃപ്രവേശം കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കേവലം ഒരു വ്യക്തിയുടെ ഒരു തിരിച്ചുവരവ് എന്നതിനപ്പുറം ഒരു വലിയ രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമായി മാറാൻ സാധിക്കും എന്നതാണ് കാഴ്ചപ്പാട്. ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും യഥാർത്ഥ കരുത്ത് എന്നത് അതിന് അണികളും അവരോടൊപ്പം നിൽക്കുന്ന ജനങ്ങളുമാണ്. ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള ഒരു നേതാവിനെ ദീർഘകാലം മാറ്റി നിർത്തുന്നത് പാർട്ടിക്ക് ദോഷകരമായി ഭവിക്കും എന്ന ഒരു തിരിച്ചറിവ് നേതൃതലത്തിൽ കൂടുതൽ ശക്തമായി വരുന്നത് ഒരു നല്ല ലക്ഷണമാണ്. രാഹുലിനെതിരായ കേസുകളിലെ നിയമപരമായ പുരോഗതിയും അദ്ദേഹത്തിന് ലഭിക്കുന്ന ജനപിന്തുണയൊക്കെ ഒത്തുചേരുമ്പോൾ തിരിച്ചുവരവിനുള്ള വഴി തികച്ചും സുഗമമാവുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാർട്ടി ഹൈക്കമാൻഡും സംസ്ഥാന നേതൃത്വവും ഒരുമിച്ച് കൈക്കൊള്ളുന്ന അനുകൂല തീരുമാനം വഴി രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും കോൺഗ്രസിന്റെ മുൻനിര പോരാളിയായി മാറാനുള്ള സാധ്യതകൾ അതുകൊണ്ട് തന്നെയാണ് വർദ്ധിച്ചു വരുന്നത്. മാറി വരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ പാർട്ടി തീരുമാനങ്ങൾ അതിവേഗത്തിൽ കൈക്കൊള്ളേണ്ടത് പാർട്ടിയുടെ നിലനിൽപ്പിനും അതുപോലെ പാർട്ടിയുടെ വളർച്ചയ്ക്കും ഒക്കെ അത്യന്താപേക്ഷിതമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ തിരികെ പാർട്ടിയിൽ എടുക്കുന്നത് സംബന്ധിച്ച് കോൺഗ്രസിനുള്ളിൽ നടക്കുന്ന ചർച്ചകൾ അനുകൂലമായിട്ടുള്ള ഒരു പര്യവസാനത്തിലേക്ക് എത്തുകയാണ് എങ്കിൽ അത് വരാനിരിക്കുന്ന രാഷ്ട്രീയ പുരോഗതിക്ക് പുതിയ മുഖവും പുതിയ ഊർജവും ഒക്കെ നൽകും എന്ന കാര്യത്തിലും ഒരു തർക്കവും വേണ്ട. അണികളുടെ ആഗ്രഹവും നേതാക്കളുടെ പ്രായോഗിക രാഷ്ട്രീയ ചിന്തകളുമൊക്കെ ഒത്തുചേരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാർട്ടിയിലേക്കുള്ള പുനഃപ്രവേശം വെറും ഒരു സാധ്യത എന്നതിനപ്പുറം
ഉടൻ സംഭവിക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമായി മാറാൻ പോവുകയാണ്. Different angles. Don't forget to subscribe and support this channel.